ഹായ്, ഞാൻ ഷാലുദ്ദീൻ. ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ദുബായിൽ നിന്നാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നതാണ്. ഒന്നാമത്തേൽ നോമ്പായിരുന്നു, അതിന് മുൻപ് പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സാലിമിന് വെക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ദുബായിൽ ഇതിപ്പോൾ ഒരു എന്താ പറയുക, ദിനോസർ പാർക്ക്, അതുപോലെ ഗാർഡൻ ഗ്ലോ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പാർക്കുകളാണ്. വെക്കേഷൻ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലേ, 1-2 ആഴ്ചയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. 1-2 ആഴ്ചയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ളിൽ വെക്കേഷനും കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് 2 സ്ഥലത്ത്. അതായത് ഇതിപ്പോൾ ദിനോസർ പാർക്ക് ഉണ്ട്, ഗാർഡൻ ഗ്ലോ, രണ്ടും ഒറ്റ ഇതാണ്, ഒരു പാക്കേജ് പോലെയാണ്. ഒരു ടിക്കറ്റിൽ ഇങ്ങനെ 2 എണ്ണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് കണക്ട് ചെയ്യാം. അങ്ങനെയുണ്ട്, 2-3 കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 5 മണിക്ക് ഇവിടെ ഓപ്പൺ തന്നെ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര മണി, 11 മണി വരെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. 11 മണി വരെ, 12 മണി വരെ അങ്ങനെ എന്തോ ആണ്. പകലൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇന്നലെയൊക്കെ പെരുന്നാളിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിരക്ക് കുറവാണ്. സമയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ആൾക്കാരുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ അതിന് പാർക്കിംഗ് ചാർജ് ഉണ്ട്. ഫുള്ള് ഇടുന്നതിന് 11 ദിർഹംസ് എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എത്ര സമയം ഇട്ടാലും ആ ഒരു ചാർജ് തന്നെ വരിക. പിന്നെ ഇവിടുത്തെ ചാർജും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 75 ദിർഹംസ് പ്ലസ് വാറ്റ് എന്നാണ് ഒരാൾക്ക് പറഞ്ഞത്. അതായത് 2 എണ്ണത്തിന് കേട്ടോ. ദിനോസർ പാർക്ക്, അതുപോലെ തന്നെ ഗാർഡൻ ഗ്ലോ, അതായത് ലൈറ്റുകളുടെ LED ലൈറ്റുകൾ കൊണ്ടുള്ളൊരു ലോകം തന്നെയാണ്. നമുക്ക് അതിനകത്ത് പോയിട്ട് കാണാം. പിന്നെ ഇനിയിപ്പോൾ നമ്മളുടെ പുതിയ കുറച്ച് വീഡിയോകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ യാത്രകളാണ് കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല ഇതുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാലിമേ, നീ എന്താ ചെയ്യുന്നത്? സാലിമേ ഇതുണ്ട താഴെ നോക്കി നിൽക്കിൻ്റെ താഴെ കുറേ ഉറുമ്പുകൾ ഓടിക്കളിക്കുന്നത്. അപ്പോൾ സാലിമേനെ ചവിട്ടി ഇതായിക്കൊണ്ടിരിക്കുന്നു, അതിനിട്ട് കളിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളുടെ പുതിയ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഇതുകളായിട്ട് കുറച്ച് നമ്മളെ ഫസ്റ്റിലൊരു ട്രailer വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ സ്റ്റോറി പോലുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് കോമഡി ആയിട്ടുണ്ടാവും, സീരിയസ് ആയിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഇനി വരുന്നുണ്ട് പുതിയ പുതിയ വീഡിയോകളിൽ. അപ്പോൾ അത് ഒരു സെപ്പറേറ്റ് തന്നെ ആയിട്ട്, അതായത് നമ്മൾ ഈ യാത്രാ കാര്യങ്ങളല്ല, ചെറിയ ഷോർട്ട് ഫിലിം പോലെ ഉള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു ട്രailer വരുന്നുണ്ട്. അത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും നമുക്ക് അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇനി വരുന്നുണ്ട്. സ്റ്റോറി കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വഹിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ അതിവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി ഉണ്ട്. നമുക്ക് ഇടാനായിട്ടുള്ളതാണ്. മുകളിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്, നല്ല ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് പോവാം. ഇതാണ് എൻ്റെ മെയിൻ എൻട്രി വരുന്നത് കേട്ടോ. എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കുറേ പക്ഷികളും സാധനങ്ങളെയും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് കയറാം. One ticket, sir, 126. For 3 people, 300. No, I need for Dinosaur Park and Garden Glow. We have 2 parks, Dino and Glow, 79. Okay. But Glow will open 7 o'clock. 7 Now o'clock. open, sir, only Dinosaur Park and Magic Park. Magic Park, new one. I'll show you. You will enjoy with your son inside. Everybody coming, sir, they go package because Magic and Fantasy newly open. You will more enjoy them. It's a new experience. ടിക്കറ്റ് വരുന്നത് 120. 126. No, because if you come another day, sir, only Magic Park 126 alone. You cannot buy that one separate. Okay. Now for garden, you go Magic now and Dino. Then later you enjoy the Glow and Fantasy. Okay? കാരണം 126 ഇതും കൂടി മാജിക്, അതായത് അതിന് മാത്രമായിട്ട് ആ റൈറ്റ് വരുന്നുണ്ട്. And this is the Fantasy Park, sir. I'll show you. അതിൻ്റെ കൂടെ ഇവർ കൊടുക്കുന്ന റൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഓഫറാണ് 126 ഒരാൾക്ക്. I suggest go, sir, because nothing you see at the moment. You can start from these 2 parks. Then later you enjoy the Glow because Glow nice to see is that only. ഓക്കെ. മറ്റേനാണെങ്കിൽ 79 ദിർഹംസ് ആണ് വരുന്നത് 2 എണ്ണത്തിന്. 3 കൂടി എടുക്കണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു കേട്ടോ.
നമ്മൾ കയറാൻ ഉദ്ദേശിച്ചത് ഡൈനോസർ പാർക്കും അതുപോലെ തന്നെ ഗാർഡൻ ഗ്ലോ. അപ്പോൾ ഗാർഡൻ ഗ്ലോ ഓപ്പൺ ആവാനായിട്ട് ഏകദേശം 7 o'clock ആവും, അതായത് 7 മണിയാവും അത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡൈനോസറിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ അവരവിടെ കൗണ്ടറിൽ വന്നപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മാജിക് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ ഉണ്ടെന്ന്. അപ്പോൾ അത് അവർ നോർമലി കൊടുക്കുന്നത് 100 സംതിങ് ആണ് അതിന് മാത്രമായിട്ട് പ്രൈസ് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവർ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഓഫർ പോലെ തന്നു 126-ന് ഇത് 3ഉം കൂടെ കയറാമെന്നുള്ളൊരിത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ അവർ പറഞ്ഞു അതാണ് നിങ്ങൾക്ക് ബെറ്റർ, നിങ്ങൾ അതിൽ മാത്രമായിട്ട് കയറാൻ വരണമെങ്കിൽ ഈ പൈസ കൊടുക്കാം, അപ്പോൾ ഈ 3ഉം കൂടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തു. 126 വെച്ചിട്ട് 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തത് കേട്ടോ. റൈറ്റ് വരുന്നത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് മാജിക് പാർക്കിൽ കയറാൻ പോവുക. സ്റ്റാർട്ടിങ്ങിൽ സെൻട്രൽ അതാ വരുന്നത്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൈനോസർ പാർക്കിൽ കയറാം. അപ്പോഴേക്കും ഗാർഡൻ ഗ്ലോ ഓപ്പൺ ആവും. അതാണെന്നുണ്ടെങ്കിലാണ് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് വരുന്നൊരു സാധനം. അതാണ് മെയിനായിട്ട് കാണേണ്ടത്. രാത്രിയുടെ ആ ഒരു എന്താ പറയുക ഭംഗി കാണണമെങ്കിൽ അതിൽ കയറണം. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, മാജിക്കിൽ കയറാം, അത് കഴിഞ്ഞിട്ട് ഡൈനോസറിൽ കയറാം. ബാ പോവാം. ഫസ്റ്റ് നമുക്കിത് കൊടുക്കാം. നമ്മളെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതാ അത് പഞ്ച് ചെയ്തു നമുക്ക് തന്നു. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറാം. ഇതാ ഇതിനുള്ളിൽ വരുന്നതല്ലേ മാജിക് പാർക്ക്. അപ്പോൾ നമുക്കിത് ഇതൊക്കെ വെള്ളത്തിലാണ് കേട്ടോ, വെള്ളത്തിൻ്റെ നടുക്കാണ് ഇത് നിൽക്കുന്നത്. ഇതൊക്കെ രാത്രി കാണണം, ഇത് ലൈറ്റൊക്കെ വരും. ഇതിപ്പോൾ നമുക്ക് ഉള്ളിലത്തെ ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എൻട്രി ഇതിനകത്തോട്ടേക്ക് കയറാം. പുഷ് തള്ളു തള്ളി. അപ്പോൾ ആദ്യം എങ്ങോട്ട് പോവാം, വലത്തെ സൈഡാ പിടിക്കാം. സാലിമ കയറി ഉള്ളിക്ക് പോ. സാലിമ ഇതാ കയറി തലയും കുത്തി നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ അയ്യോ ആരത് എന്നെ ഇടിച്ചു പൊളിച്ച് ഒരാൾ കയറി വന്നല്ലോ. ഇതിനുള്ളിൽ കംപ്ലീറ്റ് സാധനങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ തല കുത്തി വെച്ചേക്കാം. സാധനങ്ങൾ നടന്നേ സാലിമ കോർണറിലേക്ക്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ വൈഡായിട്ട് കാണണം, അപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. എനിക്ക് ഉണ്ടോ എല്ലാ കാര്യങ്ങളും തല കുത്തനെ. എനിക്ക് ഇപ്പോഴാണ് ആ ടേബിൾ നോക്ക്, അതുമ്പോൾ ചാടിയിരിക്കടാ മുകളിൽ. സാലിമ ചാടിയിരിക്കും, ചാടിക്കോ ടൈം ചാടിക്കോ. ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതുണ്ടോ ഇവിടെ TV കാര്യങ്ങൾ ഇതെല്ലാം 3D എഫക്റ്റ്. അത് ഇതുണ്ടോ ആ സാലിമ തല കുത്തിക്കുന്നു. സ്റ്റെപ്പ് ഇറങ്ങുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് കേട്ടോ, അതൊക്കെ അടിപൊളി. അതൊക്കെ എടുക്കാൻ പറ്റും. ഇതും ഇതുപോലെ തന്നെ കേട്ടോ. അതെ തല കുത്തനെ പിടിച്ചിട്ടൊക്കെ നിൽക്കാതെ എന്താ ഇതിങ്ങനെ ഇവിടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് എടുക്കുന്നതിന് ചില പൊസിഷനുകളും പരിപാടികളൊക്കെ ഉണ്ട്. എന്താ അതേ ലെവലിലാണ് ഇത് എടുക്കാനായിട്ടുള്ള. നമുക്ക് എന്താ ഇതൊക്കെ കസാരകളൊക്കെ അതേ മുകളിലിരിക്കുന്നത്. ഇതൊക്കെ ക്യാമറ നമുക്ക് തല കുത്തി പിടിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ ഒന്നും കൂടി നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നത്. കോഫി ഷോപ്പാണ്. അവിടെ ടേബിള് സാധനങ്ങൾ ഓടിയിട്ടുണ്ട്.
അല്ല കമ്പ്യൂട്ടർ വെച്ച് ഇങ്ങനെ എടുക്കാം. ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലേക്ക് കയറി വാ. ഒരു കണ്ണിന്റെ കഷ്ണം ഇതാ, ഇടത്തേ കണ്ണ്. ഇതെന്താ ഉള്ളിൽ ചെരിവ് എനിക്ക് വരും. ഇത് ചെരിച്ച് തന്നെ എടുക്കണം. ഇതൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇതാവടാ. കണ്ട ഇനി അവിടെ പോയിരുന്നോ? ചേരുന്നോ? ഫോട്ടോ എടുത്തോ. ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ചെരിച്ച് തന്നെ വെച്ചേക്കുന്നത്. വേണ്ട ഇതെന്താ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടോ, തല മാത്രം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് കേട്ടോ. ഓക്കെ അതന്നെ, കുറച്ചും കൂടി ഇങ്ങോട്ട് വാ, മുകളിലേക്ക് പൊന്ത് തല. കാടിൻ്റെ ഉള്ളിൽ എന്താ ഒരു ആന, ഒരു സിംഹം,
ഒരു കുരങ്ങൻ. ഇത് തുറന്ന് ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് കിടന്നിട്ടോ. ഇത് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂന്നുണ്ട് കേട്ടോ. അത് ഇത്രയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ അതേ അടുത്ത സെക്ഷനിലേക്ക് വന്നു. ഇവിടെ കുറച്ച് ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് മാജിക്കിൻ്റെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിനോസർ പാർക്ക് ഇവിടെ നിന്ന് തന്നെ കടക്കാനായിട്ടുള്ളൊരു വഴിയുണ്ട് കേട്ടോ. നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞാൽ. എന്തായാലും സാലിമിന് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഷവർമയും പിന്നെ ഒരു പൊട്ടാറ്റോൻ്റെ ഒരു ഇതും പറഞ്ഞേക്കാം. നമുക്ക് ദിനോസർ പാർക്ക് കാണാം എന്തായാലും കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ ദിനോസർ പാർക്കിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നമുക്ക് മറ്റേ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, മറ്റേ കറണ്ട് കൊടുത്തിട്ടിട്ടേക്കുന്നത്. അതുപോലൊരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് കയറാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം പരിപാടികളെല്ലാം കഴിച്ചിറങ്ങിയിട്ടാണ് നമുക്ക് നല്ലൊരു പണി കിട്ടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. എനിക്ക് പൊതുവേ ഈ എന്താ പറയുക ഈ കടകളിൽ പോണത് ഇഷ്ടമല്ല. പിന്നെ സാലിമിന് വിശക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഇവരെ കറക്റ്റ് അറിയാം. കാരണം വർഷങ്ങളോളമായിട്ട് നമ്മൾ ഇവരെ ഈ പാർട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് സാധനം നോക്കി ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പൈസയിൽ കണക്ക് പറഞ്ഞത് ഇന്ന പൈസ എന്ന് പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞു. ബില്ലടിച്ച് വന്നപ്പോൾ 35 ശതമാനത്തിൻ്റെ സാധനത്തിന് 47 ദിർഹംസ്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെ? അവൻ പറഞ്ഞു അതല്ല അത് ഇങ്ങനെയാണ് മറ്റാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല, ഞാൻ നിൻ്റെ അടുത്ത് ഇതാ പ്രൈസ് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. നീ ആ പൈസയ്ക്ക് സാധനം തരിക, അതാണ് വേണ്ടത്. അല്ലാണ്ട് വരുന്ന ഒരാളെ നിങ്ങൾ ഈ എന്താ പറയുക പറയുന്ന സാധനം വേറെ കൊണ്ടുവരുന്നത്. എനിക്ക് പണ്ട് ഇതുപോലെ ഒരു അനുഭവം ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചൈന മാളിലൊരു സ്ഥലത്ത് പോയപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അവർ അതിൻ്റെ ഗ്രൂപ്പാണെന്നും പറഞ്ഞിട്ട് ഒരു 4-5 എണ്ണം വേറെ അങ്ങനെ കൊണ്ടുവന്നിട്ട് വലിയൊരു പൈസ മേടിക്കുന്ന പരിപാടിയൊക്കെ. അപ്പം ഞാൻ എന്ത് സമ്മതിച്ചില്ല, പറഞ്ഞ പൈസയ്ക്കുള്ള സാധനം തരിക എന്നും പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ അത് അങ്ങനെ മറ്റേ അവൻ പറച്ചിൽ കണ്ടപ്പോൾ അവന് മനസ്സിലായി നമ്മൾ കാര്യം അറിയുന്ന ആൾക്കാരായിരുന്നു. വേഗം എന്ത് ചെയ്ത് അല്ല അതപ്പോൾ കുഴപ്പമില്ല എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് പൈസ എടുത്തു തന്നു. നമുക്ക് പൈസ 10-20 പോകുന്നതുകൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞ മാതിരി വരുന്ന ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടിയില്ല. അവന് നോക്കിയപ്പോൾ നമ്മൾ ഹിന്ദിയാണെന്ന് മനസ്സിലായി അവന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നു. ആ പരിപാടി നമ്മുടെ അടുത്ത് പറ്റില്ല, കാരണം നമുക്കറിയാം. അങ്ങനെ അവിടെ നിന്ന് അതും പറഞ്ഞ് തല്ലിട്ട് ഇപ്പോൾ ഇറങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതാ ഇപ്പോൾ ഇതിനകത്തോട്ട് കയറാൻ പോകുന്നു. ഇപ്പോൾ ഇനിയുള്ളത് ദിനോസർ പാർക്ക് പരിപാടിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തോട്ടൊന്ന് കയറാം. ഇത് കേട്ടോന്നൊന്നും അറിയില്ല, മൈക്ക് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അവള് പറഞ്ഞു ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം ഇത്തിരി ദേഷ്യം കൂടുതല അത്ര. ഇപ്പോൾ ഇവിടെ മുട്ടയുടെ ഉള്ളിൽ സാധനം ഇരിപ്പുണ്ട്. ഇവിടെ മരപ്പൊത്തിൻ്റെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കട. ദിനോസർ കുഞ്ഞി നോക്ക്. സാലിമതേ മുട്ടയുടെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു. ഇങ്ങോട്ട് അങ്ങനെ തന്നെ വെളിച്ചം കുറച്ച് കിട്ടട്ടെ. ഇങ്ങോട്ട് മുട്ട വിരിഞ്ഞു വരുന്നതാണ് കേട്ടോ. അത് ഇങ്ങോട്ട് സൈഡിൽ നിന്ന് കാണിച്ചാൽ അതിൻ്റെ ഇത് അറിയുള്ളൂ. കണ്ടോ, അയ്യോ എൻ്റെ ഷെയ്ഡാ വരുന്നത്. അത് എന്താ ഓക്കെ, ഇറങ്ങിയോ. ഇവിടെ ഒരു മുട്ടയുടെ തല ഇരിപ്പുണ്ട് കേട്ടോ. അതേ മുട്ടയുടെ ഉള്ളിൽ നിന്ന് വേറൊരു സാധനം വരുന്നു. ഇതൊക്കെ ഇവിടെ നോക്കിയൊരു സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടാ. ഓക്കെ, ഇവിടെ കയറി. പിന്നെ ആൾക്കാരുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വേഗം പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ഇതിനെ കുറിച്ചിട്ടുള്ള ഇതുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് സംഭവങ്ങൾ എന്താ വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല, വെളിച്ചില്ലാത്തോണ്ടേ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സ്പീക്കറിൽ. പിന്നെ ഒരെണ്ണം ഇവിടെ കണ്ടൊക്കെ കിടന്ന് ഓടിൻ്റെ അടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരാൾ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇളകുന്നുണ്ട്. അയ്യോ, നമ്മൾ വന്നപ്പോഴേക്കും നിന്ന്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നാക്കതേ അതൊക്കെ അനങ്ങണ്ട് കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക്. ആണോ,
കണ്ണൂക്ക് ആ പാല എൻ്റെ തൊട്ടടുത്തത് സാലിമേ പൊട്ടിച്ചാൽ തന്നെ അവര് തൂക്കെടുത്തെറിയും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇതേ ഒരെണ്ണം എന്തേ ചത്ത് എടുക്കുന്നു. ആ ചത്ത് 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 ആ ഒരെണ്ണം എന്തേ കിടക്കുന്നു. എല്ലാവരും കൂടി നോക്കി നിൽക്കുന്നുണ്ട്. ഒരു പറ്റം ആൾക്കാർ കൂടി നോക്കി നിൽക്കുന്നുണ്ട്. ആണോ? രണ്ടും കൂടി അടി കൂടിയിട്ട് ഇതേ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള വഴിയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. ഇതിൻ്റെ പുറത്തേക്കുള്ള ഔട്ടറാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. ഇത് ഇവിടെ വേറെ സാധനം കേട്ടോ. അതൊക്കെ അതേ ഇതിൻ്റെ ഉള്ളിൽ സാലിമിനെ പിടിച്ചു. ദിനോസർ സാലിമെ പിടിച്ചു. എന്താ ഇളക്കണ്ട, ചിലപ്പോൾ ഊരി പറഞ്ഞ് ചിലപ്പോൾ കയ്യിലിരിക്കും. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതണ്ട ഒരു ക്യാബിൻ. എന്നിട്ട് ആ സിനിമയിൽ കാണേണ്ട പോലെയുള്ള കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ റൂം കാര്യങ്ങളൊക്കെ. ഇതുണ്ട
ആ ഇതിന്റെ കുറെ ഇതുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. സിമെന്റിൽ ഇത് ചെയ്തു വെച്ചേക്കുന്നതാണ് കേട്ടോ, വർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിന്റെ ലാബ് 2 ടെസ്റ്റ് സെന്റർ ആണ് കേട്ടോ, ദിനോസറുകളുടെ ലാബ് കാര്യങ്ങളെല്ലാം. ആ കണ്ട മുട്ട വിരിയിക്കാൻ വെച്ചേക്കുന്നുണ്ടോ ടെസ്റ്റിംഗ് സെന്റർ. ഇവിടെ ഓരോന്നിനെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ത് സാധനം ഇത്? ഇത് മറ്റേ എന്തോ ചികിത്സയിലിരിക്കുന്ന സാധനമുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ മലയാളികളുടെ കടയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അവരത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നേരത്തെ ഞാൻ വിചാരിച്ച തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ അല്ലാതെ ഈ കട കണ്ട നമ്മൾ കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഇത് വരുന്നത്. ഇവിടെ നല്ല ഐസ്ക്രീം ഇതൊക്കെ ഒരു വെറൈറ്റി ഐസ്ക്രീമാണ്, ബോളായിട്ട്. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പോപ്കോണൊക്കെ 5 dirhams കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാത്തിനും 5 dirhams, ചായക്ക് 2 dirhams ഒക്കെ ഉള്ളൂ. വെള്ളത്തിന് മറ്റോടത്തൊക്കെ 5 dirhams ആണ് എല്ലാ സാധനത്തിനും മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കട വരുന്നത്. അത് നമ്മൾ നടന്നു വന്ന വഴിയുടെ അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതിൽ കാണാം. എക്സിറ്റ് ദിനോസർ പാർക്കിൻ്റെ തൊട്ടാണ് ഈ കട വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും, തല്ല് പിടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഇവിടെ അതിൻ്റെ കുറേ അസ്ഥികളും കിസ്തികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ മാന്തി എടുത്തതാന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇവിടെ തൊട്ടൊക്കെ സ്കെൽട്ടനാണ്, കംപ്ലീറ്റ് സ്കെൽട്ടൻ്റെ സാധനങ്ങളാണ്. ഇതെന്താ ഫുള്ള് ദിനോസർ സ്കെൽറ്റ്. ഇതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ടല്ലോ, നല്ല ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ ഒരു തലയൊട്ടി. ഇതെന്ന് പറയുന്നത് ദിനോസർ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇത് ചെറിയൊരു സ്ഥലത്ത് കുറച്ച് കുരങ്ങന്മാരെയും അണ്ണാന് ഹിപ്പോട്ടാംസും ഒക്കെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അരയന്നങ്ങൾ വെള്ളത്തിൻ്റെ ഇതിൽ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. ഈ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ കിടക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ. ഇത് ഇവിടെ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് തീറ്റ കൊടുക്കാം കേട്ടോ. തീറ്റ കൊടുക്കണ പോലെ എടുക്കാം. അത് സംഭവം. നമുക്ക് കയറിക്ക സാലിമേ. വേണ്ട കണ്ടോ. അപ്പോൾ ഇത് ദിനോസർ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും. ദിനോസറിൻ്റെ സൗണ്ട് കേട്ടില്ലേ? നമ്മളാണ്ട് കിടക്കാം ഇത് പറയാൻ കേട്ടില്ലേ? ഒച്ചയുടെ കരുതിട്ടാ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ലൈറ്റിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ ഒക്കെ അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അതല്ലെങ്കിൽ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും കട്ട് ചെയ്യാമല്ലേ? അപ്പോൾ എല്ലാവരും നമ്മളുടെ പാർട്ട് 2 ആയിട്ട് വരുന്നതാണ് സാലിമ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാവർക്കും ബൈ.